ഒരു സുവിശേഷൻ എന്നുള്ള നിലയിൽ ക്രൈസ്തവ ലോകത്തിനും കൈരളിക്ക് അഭിമാനപാത്രമായി തീർന്ന ശ്രീ കെ വി ജോർജിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. പരേതനായ കെ വി ജോർജിൻ്റെ വല്യപ്പച്ചൻ വർഗീസ് ചാണ്ടപ്പിള്ള മാന്യദേഹം കുമ്പനാട് വട്ടക്കോട്ടയിൽ നിന്നും 4 ആൺമക്കളോടൊപ്പം പത്തനാപുരത്തേക്ക് കുടിയേറി പാർത്തത് 1918 നിത്യതയിൽ വിശ്രമിക്കുന്ന എൻ വി വർഗീസിൻ്റെയും ഏലിയമ്മ വർഗീസിൻ്റെയും 7 മക്കളിൽ 5-മനായാണ് കർത്തദാസൻ 1926 നവംബർ 12 ജനിച്ചത്. കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തിരുന്ന പ്രാർത്ഥനാ നിരതരായ മാതാപിതാക്കൾ എല്ലാ മക്കളെയും ദൈവിക വഴിയിൽ നടത്തുവാൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ ക്രിസ്തുവേശു ലോകത്തിലേക്ക് വന്നത് നിന്നെയും രക്ഷിക്കുവാനാണെന്ന് നീ അംഗീകരിക്കുന്നുവോ എന്ന് 1942 നവംബർ 13 വൈകിട്ട് പ്രാസംഗികൻ ജനത്തോട് ചോദിച്ചപ്പോൾ 16 വയസ്സുകാരനായ താൻ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ പിതാവ് ഒരു കർഷകനായിരുന്നു. രക്ഷിക്കപ്പെട്ട ശേഷം കാർഷിക വൃത്തിയും സഭാശുശ്രൂഷയും ചെയ്തു വന്ന തനിക്ക് സ്ഥിര വരുമാനം ഇല്ലാതിരുന്നതുകൊണ്ട് പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ബാല്യം മുതലേ പഠിക്കുവാൻ സമർത്ഥനായ തനിക്ക് ഫീസ് ഇല്ലാത്തതിനാൽ 5-ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു. ദുഃഖിതനായ ബാലൻ നിരാശനായി പിന്മാറാതെ അനേകം സ്കൂൾ പുസ്തകങ്ങളും ഇംഗ്ലീഷ് പുസ്തകങ്ങളും കൂട്ടുകാരിൽ നിന്ന് കടം വാങ്ങിച്ചു പഠിച്ചത് അവർണ്ണനീയമായ തൻ്റെ ഇച്ഛാശക്തിയുടെ ഉദാഹരണമാണ്. 1942 ജനുവരി 24 വിശ്വാസ സ്നാനം സ്വീകരിച്ച താൻ 1944 ഫെബ്രുവരി 11 ദൈവിക വിളിക്ക് കീഴടങ്ങി കർത്താവിൻ്റെ വേലയ്ക്കായി പൂർണ്ണമായി തന്നെ സമർപ്പിച്ചു. 1945 കുമ്പനാട് ഹെബ്രോൻ ബൈബിൾ സ്കൂളിൽ ചേർന്ന് പഠിക്കുവാൻ പോകുമ്പോഴേക്കും ഇംഗ്ലീഷ് ഭാഷയിലുള്ള ക്രിസ്തീയ പുസ്തകങ്ങൾ വായിച്ചു മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള ഭാഷാജ്ഞാനം തനിക്ക് ലഭിച്ചിരുന്നു. കോട്ടയത്ത് താമസിച്ച് കർത്തശുശ്രൂഷ ചെയ്യുമ്പോൾ ബൈബിൾ കുറേ കൂടെ പഠിക്കണമെന്ന താല്പര്യമുണ്ടായി. അതിനുവേണ്ടി കോളാറിലുള്ള ഒരു ബൈബിൾ സ്കൂളിൽ പ്രവേശനത്തിന് താൻ അപേക്ഷിച്ചു. SSLC യോഗ്യത വേണമെന്നാവശ്യപ്പെട്ട് പ്രവേശനം നിഷേധിച്ചപ്പോൾ താൻ വളരെ ദുഃഖിതനായെങ്കിലും ദൈവകൃപയാൽ ദൈവം നൽകിയ ബുദ്ധിവൈഭവം കൊണ്ട് താൻ 1952 മെട്രിക്കുലേഷൻ പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. 1954 പുനലൂരിലുള്ള രാജൻ ട്യൂട്ടോറിൽ നിന്ന് പഠിച്ച് ഇൻ്റർമീഡിയറ്റ് പരീക്ഷയും പാസ്സായി. ഈ വേളയിലൊക്കെയും തൻ്റെ വിളിയുടെ ബോധ്യം തനിക്കുള്ളതിനാൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. പുതിയ ആത്മാക്കളും കുടുംബങ്ങളും എന്ന ലക്ഷ്യമായിരുന്നതിനാൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഭവന സന്ദർശനത്തിന് പോകുമായിരുന്നു. 5-ാം ക്ലാസ്സിൽ തൻ്റെ വിദ്യാഭ്യാസം വഴിമുട്ടിയെങ്കിലും ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA-ക്കും MA-ക്കും ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സാകുവാൻ ദൈവം തന്നെ സഹായിച്ചു. ഒരു ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാലാണ് കോളാറിലുള്ള ബൈബിൾ സ്കൂളിൽ നിന്ന് തനിക്ക് പ്രവേശനം നിഷേധിച്ചത്. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ് മാത്രമല്ല MA സർട്ടിഫിക്കറ്റും കർത്താവ് നൽകി. വൈദിക ഡിഗ്രി എടുക്കുന്നതിന് വേണ്ടി താൻ കപ്പൽ മാർഗം അമേരിക്കയിൽ പോയി. ടെന്നസി മെംഫീസിലുള്ള ഹാർഡിംഗ് ഗ്രാജുവേറ്റ് ബൈബിൾ കോളേജിൽ നിന്ന് MTH ഡിഗ്രി തനിക്ക് ലഭിച്ചു. 1962 $3000 സ്കോളർഷിപ്പ് ലഭിച്ച് PhD പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ തൻ്റെ പിതാവിൻ്റെ രോഗം മൂലം നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. തൻ്റെ 26-ാം വയസ്സിൽ പുനലൂർ ചെമ്മന്തൂരിലുള്ള ചരുവിള പുത്തൻ വീട്ടിൽ ജോൺ മാത്യുവിൻ്റെയും എലിസബത്ത് മാത്യുവിൻ്റെയും മകൾ തങ്കമ്മയെ താൻ വിവാഹം ചെയ്തു. സുവിശേഷകനെ വിവാഹം കഴിച്ചാൽ അനേക കഷ്ടതകളും പ്രയാസങ്ങളും പട്ടിണിയും അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും നേരിട്ടപ്പോഴും പിറുവിറുപ്പില്ലാതെ സന്തോഷത്തോടുകൂടി അതിനെ നേരിടുകയും തന്നെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത ഒരു ഉത്തമയായ സഹധർമ്മിണിയാണ് പ്രിയ കത്തർദാസി. 20 വർഷത്തോളം നീണ്ടുനിന്ന അവരുടെ ദാമ്പത്യ ജീവിതം മാതൃകാജനകമാണ്. അവർക്ക് 3 പെൺമക്കളെയും 1 മകനെയും ദൈവം ദാനം നൽകി. ദൈവം നൽകിയ 4 മക്കളും മരുമക്കളും ഡോക്ടർമാരാണ്. അതിലുപരിയായി അവരെല്ലാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ വേലയിൽ ഉത്സുകരും ആണ്. മൂത്ത മകൾ ഡോക്ടർ ലാലിക്കുട്ടി, ഭർത്താവ് ഡോക്ടർ ജെയിംസ് മാത്യു. ഇവർക്ക് സാറ, ജോഷുവ, അബിഗയിൽ എന്നീ 3 മക്കളുണ്ട്. ഇവർ കുടുംബമായി അമേരിക്കയിൽ മേരിലാൻഡിൽ താമസിച്ച് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൾ ഡോക്ടർ സൂസൻ, ഭർത്താവ് ഡോക്ടർ ലെസ്ലി മാത്യു. ഇവർക്ക് ജെഫ്രി, ആനി എന്ന 2 മക്കളുണ്ട്. ഇവർ കുടുംബമായി അമേരിക്കയിൽ ഒഹായോയിൽ താമസിച്ച് ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ മകൾ ഡോക്ടർ സുമി, ഭർത്താവ് ഡോക്ടർ മാത്യു ഡാനിയൽ. ഇവർക്ക് നെവിൻ, നിഹ എന്ന 2 മക്കളുണ്ട്. ഇവർ കുടുംബമായി ഒമാനിലായിരിക്കുന്നു. ഇളയ മകൻ ഡോക്ടർ സ്റ്റാൻലി, ഭാര്യ റെനി. ഇവർക്ക് ജോനാഥാൻ, ജെറമി എന്ന 2 മക്കളുണ്ട്. ഇവർ കുടുംബമായി അമേരിക്കയിൽ നോർത്ത് കാരോലൈനയിൽ ആയിരിക്കുന്നു. 65-ൽ പരം വർഷം നീണ്ടുനിന്ന തൻ്റെ കർത്തൃവേലയിൽ
അനേകം ആത്മാക്കളെ ക്രിസ്തുവിനായി നേടിയിട്ടുണ്ട്. ബൈബിളിലുള്ള അഗാധ പാണ്ഡിത്യം മാത്രമല്ല, താനൊരു വാഗ്മിയും കൂടിയായിരുന്നു. ലോകത്തുള്ള അനേക സ്ഥലങ്ങളിൽ താൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട്. ഇതുകൂടാതെ ഇതര പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുവാനും പരേതന് സാധിച്ചു. ബൈബിളും പുരാവസ്തു ശാസ്ത്രവും, ശാസ്ത്രയുഗത്തിൽ ബൈബിൾ വിശ്വസനീയമോ, പഴയ നിയമ പ്രവേശിക വോളിയം 1 and 2, സഭ മഹാപീഡനത്തിൽ കൂടി കടക്കുമോ, ക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഭാവികാല സംഭവവും, ദൈവദൂതശാസ്ത്രം, പുതിയ നിയമ പ്രവേശിക, നാഥൻ നടത്തിയ വഴികൾ, സത്യവേദ സംഗ്രഹണം എന്നീ അനവധി അനുഗ്രഹീത പുസ്തകങ്ങൾ തൻ്റെ കൈപ്പടയിൽ 1941 തൻ്റെ ഉള്ളിൽ കത്തിയ തീ അവസാന നാളുകളിലും ജ്വലിച്ചുകൊണ്ടേയിരുന്നു. 85 വർഷം നീണ്ടുനിന്ന ആ പുരുഷായുസ് കഴിഞ്ഞ 23 വെള്ളിയാഴ്ച തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് മറിഞ്ഞു. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ശ്രീ KV ജോർജിനെ അല്ല അനേകം കർത്തദാസന്മാരെ ഒരു ചിത്ര സംയോജനത്തിൽ ഒതുക്കി തീർക്കുവാൻ സാധ്യമല്ല. മറിച്ച് അവർ നടന്നുപോയ സൗരഭ്യവാസനയേറിയ പാത നമുക്ക് മാതൃകയാക്കുവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.